AISFന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റി സബ് സെന്ററിലേക്ക് സ്ഥിരം അധ്യാപകരെ നിയമിക്കുക, ഫീസ് വർധനവ് പിൻവലിക്കുക, പരീക്ഷ നടത്തിപ്പ് കാര്യക്ഷമമാക്കുക, പരീക്ഷ റിവാലുവേഷൻ ഫലം സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് AISF ദേശീയ നിർവാഹക സമിതി അംഗം RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. നിയമനങ്ങൾ ഉൾപ്പെടെ അധ്യാപക മേഖലയിൽ നടത്തിക്കൊണ്ട് സ്ഥിരമായി അധ്യാപകനെ നിയമിക്കാത്ത വിധത്തിൽ ആ സബ് സെന്ററിന്റെ പ്രവർത്തനത്തെ ആകമാനം താറുമാറാക്കുവാനുള്ള ശ്രമമാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സബ് സെന്റർ എന്ന നിലയിൽ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ആ സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണേണ്ട യൂണിവേഴ്സിറ്റി തന്നെ, അതിന്റെ അധികൃതർ തന്നെ ആ സബ് സെന്ററുകളുടെ പ്രവർത്തനം ഒരുപക്ഷെ നിന്നു പോകുന്ന വിധത്തിൽ, നിലയ്ക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, ഗുണനിലവാരമുള്ള അധ്യാപകരെയാണ് നിയമിക്കേണ്ടത്. അത്തരത്തിൽ വിവിധ പരീക്ഷകൾ പാസ്സായി ഒരുപക്ഷെ നെറ്റും JRFും ഉൾപ്പെടെ എടുത്ത് റിസർച്ച് നടത്തുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അവരുടെ പരീക്ഷാ സംവിധാനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ സ്ഥിര നിയമനം നടത്തുന്നതിന് പകരമായി കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേവലം ഓരോ സീസണിലും ഓരോ സെമ്മിലും ഒരു തുടർച്ചയായ അധ്യാപന ശൈലി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ആ മേഖലയിലെ ആ സബ് സെന്ററുകളിലെ വിദ്യാർത്ഥികൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് AISF ഇത്തരത്തിലുള്ള സബ് സെന്ററുകളിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ അധികാരികളോട് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി B ദർശിത് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P അജയ് കുമാർ, AISF നേതാക്കളായ PA ഇസ്മായിൽ, KK സോയ തുടങ്ങിയവർ സംസാരിച്ചു. A പ്രഭിജിത്ത്, A പ്രണോയ്, C ജസ്വന്ത്, ശ്രീ പാർവതി, B അമീഷ, അനിൽ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.